ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് ചിലവ് കുറഞ്ഞ രീതിയിൽ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു 100 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചും കൊണ്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ ചീസും പഞ്ചസാര പൊടിച്ചും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഫ്രഷ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കണേ. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മുടെ പാലിൻ്റെ പാട എടുത്ത് വെച്ച് അത് ഇട്ടാലും മതി കേട്ടോ. ശേഷം അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മൾ ഒരു ബൗളിൽ ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൊണ്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചും കൂടി ഇട്ട് വീണ്ടും നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലുത്ത് വരുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മൾ ക്രീമിൻ്റെ മിക്സിലേക്ക് നമ്മുടെ മുട്ടയുടെ ആ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മളതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സും ക്രീമിൻ്റെ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. ശേഷം നമ്മുടെ ആ മിക്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണേ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. കോൺഫ്ലോറിന് പകരം മൈദ എടുത്താലും കുഴപ്പമില്ലായേ. നമ്മുടെ കോൺഫ്ലോർ നമ്മുടെ ബാറ്ററിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കണേ. ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലോ പാത്രത്തിലോ വെച്ച് ഒരു 30-35 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവേ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 100 ഗ്രാം ചോക്ലേറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ച് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്ത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.